കൊല്ലം തിരുമുല്ലവാരം ക്ഷേത്രത്തിലെ ബലിതർപ്പണാനാസ്ഥയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് അഭിഭാഷക കമ്മീഷൻ. ദേവസ്വത്തിന്റെ ആസൂത്രണ പിഴവുകൾ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. പന്തലുകളുടെ ക്രമീകരണത്തിലും സർവത്ര പിഴവെന്ന് റിപ്പോർട്ടിലുണ്ട്. പൂജാ സാധനങ്ങളുടെ കുറവ് ഭക്തരിൽ പ്രതിഷേധത്തിനിടയാക്കി. ഹൈക്കോടതിയിലാണ് അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ജനം ഇംപാക്ട് കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കൊല്ലം തിരുമുല്ലവാരം ക്ഷേത്രത്തിലെ ബലിതർപ്പണ അനാസ്ഥയിൽ ഏത് രീതിയിലുള്ള റിപ്പോർട്ടാണ് നിലവിൽ അഭിഭാഷക കമ്മീഷൻ ഹൈക്കോടതിക്ക് മുൻപാകെ നൽകിയിരിക്കുന്നത്? രോഹിണി, നേരത്തെ കൊല്ലം തിരുമുല്ലവാരം ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങിൽ അതിന്റെ സൗകര്യങ്ങളടക്കം വിലയിരുത്താനായിട്ട് അഭിഭാഷക കമ്മീഷനെ ഹൈക്കോടതി നിയോഗിച്ചിരുന്നു. ഈ അഭിഭാഷക കമ്മീഷനാണ് ബലിതർപ്പണ ചടങ്ങുകൾ വീക്ഷിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ളതാണ് അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട്. ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ ആസൂത്രണ പിഴവുകളാണ് ഭക്തരുടെ പ്രതിഷേധത്തിനടക്കം വഴിവെച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പന്തലുകളുടെ ക്രമീകരണത്തിലടക്കം വ്യാപകമായിട്ടുള്ള പിഴവ് ഉണ്ടായിട്ടുണ്ട്. പൂജാ സാധനങ്ങളുടെ കുറവ് ഭക്തരിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഏറെ നേരം കാത്തുനിന്നിട്ടാണ് ഭക്തരിൽ പലരും മടങ്ങിയത്. അതായത് ഈ ബലിതർപ്പണം നടത്താതെ പലർക്കും മടങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ആചാരങ്ങൾ കൃത്യമായിട്ട് ക്രമീകരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളൊരു ശുപാർശ കൂടി അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുക ചെയ്തിട്ടുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടു കൂടി ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് ഇനി വരും വർഷം കാര്യങ്ങൾ നടത്തണമെന്നുള്ളതാണ് അഭിഭാഷക കമ്മീഷന്റെ മറ്റൊരു ശുപാർശ. ഒപ്പം തന്നെ ഈ ദേവസ്വം പന്തലിലെ പൂജാരി ബലിതർപ്പണത്തിന് ആവശ്യമായിട്ടുള്ള ചില വസ്തുക്കൾ കൂടാതെ തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കാനായിട്ടുള്ള ഒരു തിടുക്കം കാട്ടിയിരുന്നു. ഇതാണ് ഈ ഭക്തരിൽ പ്രതിഷേധത്തിനടക്കം ഇടയാക്കിയിരുന്നു. എള്ള്, പൂവ് തുടങ്ങിയ തർപ്പണ വസ്തുക്കൾ ഒന്നും തന്നെ പല ഭക്തർക്കും ലഭിച്ചിരുന്നില്ല. ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായ സമയത്ത് അത് കൈകാര്യം ചെയ്യാനായിട്ട് ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നും ആളുകളില്ലായിരുന്നു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ അന്നേ ദിവസം അവധിയിലായിരുന്നു. ചുമതല ഉണ്ടായിരുന്നത് ജൂനിയർ സൂപ്രണ്ടിനായിരുന്നു. പക്ഷെ കൃത്യമായിട്ടുള്ള നടപടിയോ ഇടപെടലോ ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിനോ പരാതികൾ പരിഹരിക്കുന്നതിനോ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പോലീസുമായി ചേർന്ന് തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥർ ആശയവിനിമയം നടത്തണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ തിരക്ക് കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കൂ. പക്ഷെ അതൊന്നും തന്നെ തിരുമുല്ലവാരം ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങ് നടന്ന അന്നേ ദിവസം ഉണ്ടായിട്ടുമില്ല. ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് സ്റ്റോളിൽ ദേവസ്വത്തിന്റെ ചുമതലപ്പെട്ടവർ ഉണ്ടായിരുന്നില്ല എന്ന് തനിക്ക് ബോധ്യപ്പെട്ടതായി അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പരാതികൾ പരിഹരിക്കാൻ ആളില്ലാതെ വന്നതോടുകൂടിയാണ് ഭക്തർ കൂടുതൽ പ്രതിഷേധത്തിന് പോയത്. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് വേണമെന്നുള്ളൊരു ശുപാർശ കൂടി അഭിഭാഷക കമ്മീഷൻ പറയുന്നുണ്ട്. മാത്രമല്ല വരും വർഷങ്ങളിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെ കൃത്യമായിട്ട് ആചാരങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ക്ഷേത്രത്തിൽ ഒരുക്കണമെന്നുള്ള ഒരു ശുപാർശ അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കമ്മീഷണർ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. നേരത്തെ ഒരു ഹർജി വന്ന സമയത്താണ്, കൊല്ലം സ്വദേശി തന്നെ നൽകിയ ഹർജിയിലാണ് അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നത്. എന്തായാലും അഭിഭാഷക കമ്മീഷൻ ദേവസ്വത്തിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞൊരു സാഹചര്യത്തിൽ ഇനി വരും ദിവസം ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി എടുക്കുന്ന നിലപാടും നിരീക്ഷണവും ഏറെ പ്രസക്തമായി വരും. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.